ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡയറ്റ് പ്ലാനും ജിമ്മും വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ജിമ്മിൽ പോയി വന്നു. ആറുവിനെ രാവിലെ തന്നെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോയും എഗ്ഗും ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ തന്നെ ഞാൻ ബ്രെഡ് ടോസ്റ്റൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ഞാൻ പോയത്. ഹാസിം എണീറ്റ് കുറച്ച് നേരം ഒരു TV ചാനൽ പരിപാടികളുണ്ട്. മുയലിനെയൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് ഡേയ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോരുന്ന വഴിക്ക് ഗ്രോസറി കയറിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ചോറും കറി കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. 2 ടൈപ്പ് മീനാണ് കേട്ടോ വാങ്ങിച്ചത്. ഏതാണെന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. വലുത് ഒരെണ്ണം മാന്തളായിരുന്നു. വലുതായതുകൊണ്ട് തന്നെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. മാന്തൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും മീഡിയം സൈസുള്ളത് നോക്കി വാങ്ങിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ എക്സാം ഡേയ്സ് എന്ന് പറയുന്നത് കുട്ടികളെക്കാളും നമുക്കാണ് കേട്ടോ ടെൻഷൻ. നമ്മുടെ ഓരോ ചാപ്റ്ററുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയോ എന്നൊക്കെ ഓർത്തിട്ട്. കാരണം കുട്ടികൾ ഒരു പ്രായം വരെ അവർക്ക് തീരെ ആ ഒരു കാര്യത്തിൽ കോൺഷ്യസ് ആയിരിക്കില്ലല്ലോ. പ്രത്യേകിച്ച് ആൺകുട്ടികൾ നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് നല്ലൊരു പണിയാണ് കേട്ടോ. അപ്പോൾ അവരെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ്. ഡെയിലി നമ്മളൊരു ഹാഫ് ആൻ അവർ പഠിക്കാനുണ്ടെങ്കിലും പഠിക്കാനില്ലെങ്കിലും നമ്മൾ പിടിച്ച് കൂടെ ഇരുത്താട്ടോ. അപ്പോൾ അവർക്ക് അതൊരു റുട്ടീനായിട്ട് മാറും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനിരുത്താനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സ്കിപ്പാവും. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ആൺകുട്ടികളുടെ കേസൊക്കെ ആണെങ്കിൽ കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ പ്രെയറിൻ്റെ വേണ്ടിയിട്ടാണെങ്കിലോ നമ്മുടെ കൂടെ കുറച്ച് നേരം ഇരുത്താട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നമുക്കിതിൽ പഠിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ടെക്സ്റ്റെങ്കിലും കുറച്ച് നേരം ഒന്ന് റീഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതിപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹാഫ് ആൻ അവർ പിടിച്ചിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും അതൊരു റുട്ടീനായിട്ട് മാറും. ആ ഒരു ടൈമിൽ കുട്ടികൾ തനിയെ അത് വന്ന് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ പൊടിക്കൈകൾ. ഞാനെന്നും ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ വന്ന് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എന്തായാലും അത്യാവശ്യം പണികളുണ്ടാവും. വീട്ടിലെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പണികളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മാന്തളായിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നൈറ്റായിട്ടാണ്. രാത്രി ഗോതമ്പിൻ്റെ ദോശയും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ളൊരു കീമ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ബീഫിൻ്റെ കീമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഗ്രീൻ പീസൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയായിട്ട് ഈ ബീഫ് കീമ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പി ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിപ്പൂരയിലാണ്. ബീഫ് കീമയായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ചിട്ട് നമുക്ക് തന്നെ മിക്സിയിൽ അടിച്ചിട്ട് ബീഫ് കീമ പോലെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഗ്രീൻ പീസൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ആദ്യം പാനിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കുറേശ്ശെ മതി, ഒരുപാടൊന്നും വേണ്ട. കാരണം ബീഫ് കീമ എന്ന് പറയുമ്പോൾ ബീഫിൻ്റെ ചെറിയ പീസുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മസാല പിടിക്കും. അപ്പോൾ എല്ലാ പൊടികളും വളരെ കുറച്ച് മതിയാവും. പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. തക്കാളി വഴണ്ട് വരാൻ നന്നായിട്ട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് വഴണ്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മുടെ ബീഫ് കീമ ഇട്ട് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് കീമയും പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഫ്രോസൺ ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് കുറച്ച് 4 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ട് സെപ്പറേറ്റ് ആയി പോകട്ടെ. അപ്പോൾ അതുകൊണ്ട് നല്ല പാകത്തിന് മാത്രം വെന്തിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ അടിപൊളി ബീഫ് കീമ റെഡിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു കീമ റെഡിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് പാസ്ത അല്ലെങ്കിൽ നൂഡിൽസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ രാത്രിക്കൊക്കെ കൊടുക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. ബാക്കിയുള്ള ബീഫ് കീമ കുറച്ച് മാറ്റി വെച്ചിട്ട് രാവിലെ നൂഡിൽസ് വേവിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തു വിടാന്നുള്ളതാണ് കേട്ടോ എൻ്റെ രാവിലത്തെ പ്ലാൻ.
അത് ഇക്ക കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് അവിടെ തന്നെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. എനിക്ക് വേണ്ട ചായയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ചായ കുടിക്കാറില്ല. ഇന്നെന്തോ എഴുന്നേറ്റ വഴി ഞാൻ കുറച്ച് ചായ വെക്കുന്നുണ്ട്. നൂഡിൽസ് മാത്രം വേവിച്ചെടുത്താൽ മതിയല്ലോ, വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നൂഡിൽസ് മാത്രം വേവിച്ചെടുത്തിട്ട് ബീഫ് കീമയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആവശ്യത്തിന് മാത്രം മസാല എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചായ കൂടിയും കൂട്ടത്തിൽ ലഞ്ച് ബോക്സ് പാക്കിങ്ങും നടക്കുന്നുണ്ട്. സ്നാക്സ് ആയിട്ട് ക്രീം ബൺ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് കൊടുത്തു വിടുന്നത്. പിള്ളേർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വരുന്ന പാടെ സ്കൂളൊക്കെ വിട്ട് വന്ന പാടെ കഴിച്ച് തീർക്കും. അപ്പോൾ മക്കൾ കാണാതെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കലാണ് കേട്ടോ പരിപാടി. സ്നാക്സിന് കൊണ്ടുപോകുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ മാറ്റി വെക്കലാണ്. അങ്ങനെ ജിമ്മിലൊക്കെ പോയി വന്ന് നമ്മുടെ ബീഫ് കീമയും ഗോതമ്പിൻ്റെ ഒരു അപ്പവും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ എഗ്ഗും എല്ലാം കൂടിയായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. ഇക്കാക്ക് ഓട്സും ഒക്കെ ആയിരുന്നു. ഇക്കായും കഴിക്കുന്നുണ്ട്. ആൾക്കും പെട്ടെന്ന് പോകണോട്ടോ, ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ബീഫ് കീമ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്തതും ബീഫ് കീമയും ഗോതമ്പിൻ്റെ അപ്പവും എല്ലാം കൂടി ആയിട്ടാണ് കേട്ടോ ഒരു ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുത്തയക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടാറുണ്ട് ലഞ്ച് കൊടുത്തയക്കാനായിട്ട്. ചില ദിവസങ്ങളിൽ ജിമ്മ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ഷീണം ഉണ്ടാവും കേട്ടോ, ബോഡി നല്ല ടയേർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാനും കൂടെ ലഞ്ച് സെറ്റാക്കാനും ലഞ്ച് ബോക്സ് കൊടുത്തയക്കാനും എല്ലാം കൂടി പറ്റാറില്ല. അപ്പോൾ ഇന്നെന്തായാലും ഫുഡ് കൊടുത്ത് വിടുന്നുണ്ട്. ഞാനിന്ന് മത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഫലാജിലെ കുഞ്ഞു മത്തിയാണ്. ഫിഷ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഫ്രഷ് മീനായിരുന്നു. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും മീൻ കറി വെക്കാറ്. അങ്ങനെ കറിയും ഫ്രൈ ഒക്കെ ആയിട്ടായിരുന്നു ഇന്ന് ലഞ്ച്. അപ്പോൾ ഹംദാനും ഇന്ന് എക്സാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. 1 മണിയൊക്കെ ആകുമ്പോൾ ആൾ വരും. ന്യൂഡിൽസൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. ഒരു 2:30-3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആളും ഫുഡൊക്കെ കഴിച്ചത്. ഹാസിം ഇന്നെന്തോ പ്ലേ സ്കൂളിൽ പോകാനൊക്കെ എല്ലാം റെഡി ആയതാണ്. പക്ഷേ സോഫയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടാണ്. ഇനി ആൾ എഴുന്നേറ്റിട്ട് വേണം പ്ലേ സ്കൂളിലൊക്കെ വിടാനായിട്ട്. രാത്രിയിലത്തേക്ക് നമ്മുടെ സോട്ടഡ് വെജീസും ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സാലഡ് ഡ്രസ്സിങ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. ഈ സാലഡ് ഡ്രസ്സിങ് മയണൈസ് കെച്ചപ്പ് അതൊന്നും ഡയറ്റിന് അത്ര നല്ല സംഭവമൊന്നും അല്ല കേട്ടോ. പിന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സോട്ടഡ് വെജീസ് ഉണ്ടാക്കി അപ്പോൾ സാലഡ് ഡ്രസ്സിങ് ആഡ് ചെയ്യും. അപ്പോൾ അത് മാക്സിമം ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി ഡ്രസ്സിങ്ങുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ പിറ്റേ ദിവസത്തെ ഡിന്നറിന് ഉണ്ടാക്കിയ പനീറിൻ്റെ ഒരു ഡ്രസ്സിങ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പനീർ, പാപ്രിക്ക പൗഡർ, ചില്ലി ഫ്ലേക്സ്, യോഗേർട്ട്, ഹണി, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. പനീർ വേവിക്കുക ഒന്നും ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് നമ്മുടെ സാലഡ് എന്താണോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഫ്രൈ ആക്കി അതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ അടിപൊളി സാലഡ് റെഡിയാവും. ഭയങ്കര ഹൈ പ്രോട്ടീനാണ്. നമ്മൾ നോർമലി വാങ്ങിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഫുള്ള് മയണൈസും അതുപോലെ ഒരുപാട് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഡ്രസ്സിങ്ങുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇക്കാക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രസ്സിങ് ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഇന്ന് വീക്കെൻഡാണ്, പക്ഷേ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. എനിക്കിങ്ങനെ ബിസിയുള്ള ദിവസങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഹാറൂൻ രാവിലെ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ തന്നെ ഓപ്പൺ ഹൗസ് ആണ് കേട്ടോ ഇന്ന് സ്കൂളിൽ. പിന്നെ വീട്ടിലെ സാധനങ്ങൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കായും രണ്ടും 2 വഴിക്ക് പിരിഞ്ഞു കേട്ടോ. ഞാൻ ഓപ്പൺ ഹൗസിനും ഇക്ക സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടും 2 വഴിക്ക് പോയി. ഇക്ക ഹാസിമിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ചൂടാക്കി സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഉച്ച കഴിഞ്ഞ് ഹാസിമിൻ്റെ ഫ്രണ്ടിൻ്റെ, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവരുടെ പ്ലേ സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഹൗസ് കഴിഞ്ഞ് ഞാൻ മദീന മാളിൽ കയറി അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഹാസിമിനെയും റെഡിയാക്കി പ്ലേ സ്കൂളിലെത്തി. കുട്ടികൾക്കുള്ള കേക്കും അതേപോലെ ഫുഡും ജ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് കേക്ക് മുറിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മളെല്ലാവരും എത്തി കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. ഹാസിമതയെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആൾക്ക് ചോക്ലേറ്റ് കേക്ക് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേക്കൊന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു പ്ലേ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ ഈ 2 ഫിലിപ്പൈൻ ടീച്ചേഴ്സാണ് കേട്ടോ.
ഹംദാനെയും ഹാറൂനെയും എല്ലാവരെയും ഞാൻ പ്ലേ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. പക്ഷെ കുട്ടികളെ കെയർ ചെയ്യുന്നത് നമ്മൾ ഇവരെ കണ്ട് പഠിക്കണം കേട്ടോ. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ് ഹാസിമിൻ്റെ പ്ലേ സ്കൂളിൽ പോകാനായിട്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഞാൻ അപ്പോഴാണ് കേട്ടോ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അപ്പോൾ രാത്രിയിലത്തേക്ക് ഡിന്നർ സെറ്റാക്കുകയാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വെജീസൊക്കെ ഒന്ന് എടുത്ത് സോട്ട് ചെയ്യണം കേട്ടോ. ബ്രക്കോളി ഇങ്ങനെ സോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 5 മിനിറ്റ് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ സോട്ട് ചെയ്തെടുക്കുക. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പൊട്ടറ്റോ ഡംപ്ലിങ്സ് ആണ് കേട്ടോ. അത് തീരെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സംഭവമാണ്. അത് ഞാൻ ഒരു തവണ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഞാനത് വേസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പിള്ളേർ സ്കൂളിലൊക്കെ പോയി ഞാൻ ജിമ്മിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബർഗോൾ വൈറ്റ് ഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. ഇത് നമ്മുടെ വീറ്റിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം നമ്മൾ നോർമൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉപ്പുമാവും ബുൾസയും തലേദിവസത്തെ സോട്ടഡ് വെജീസൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. കറി വെക്കാനായിട്ട് ഞാൻ കൂന്തൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂന്തൽ പറയുന്നതൊക്കെ കേട്ടപ്പോൾ തന്നെ ഇക്കയുടെ കയ്യിലൊരു റെസിപ്പി ഉണ്ട്, അത് നീ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി അത് ഉണ്ടാക്കിക്കുകയാണ് കേട്ടോ. ആള് പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഇതിൽ കായപ്പൊടി ആഡ് ചെയ്യണം, ഓറഞ്ചിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ഞാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സോടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നോർമലി റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകുന്ന സാധനം ഇനി ഓറഞ്ച് ജ്യൂസൊക്കെ ആഡ് ചെയ്തിട്ട് കയ്പ്പാവോ അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ആലോചിച്ചിട്ട് പേടിച്ചാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷെ ഒരുപാട് ഹൈപ്പുമില്ല എന്നാൽ ഒരുപാട് ടേസ്റ്റ് കുറവുമില്ല. ഒരു നോർമൽ കറി. പക്ഷെ ആളുടെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഇല്ലേ എന്നൊരു 10 പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടാണ്. എനിക്കൊരു 50-50 ആയിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിരുന്നപ്പോൾ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പം കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ അതും കൂന്തൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ആളുടെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ എത്ര ഇരുന്നാലും പിറ്റേ ദിവസമൊക്കെ ആണെങ്കിലും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ പേജിൽ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഡയറ്റ് റെസിപ്പീസും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.